ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. ഇന്ന് വാട്സപ്പിലുള്ള ഒരു അടിപൊളി നമുക്ക് എങ്ങനെയാണ് വാട്സപ്പ് ഒന്ന് കളർഫുൾ ആക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്ഥിരം വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഒരേ പാറ്റേൺ കണ്ടിട്ട് നമ്മൾ വളരെയധികം ബോറടിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അടിപൊളി ഒരു സെറ്റിംഗ്സ് വാട്സപ്പിനുള്ളിലുണ്ട്. അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി അതിലേക്ക് വന്നിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അതൊന്ന് വാട്സപ്പ് കളർഫുൾ ആക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർഫുൾ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് നമുക്ക് കളർഫുൾ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പിൽ നിന്ന് സെർച്ച് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഒന്ന് കൊടുത്താൽ മതി. എല്ലാ ദിവസവും ഒന്ന് നോക്കി നോക്കുക. പുതിയ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേഷൻ കാണിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ കുറെ പ്രൊഫൈലുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ വളരെയധികം ഒരു ബോറിംഗ് ആണ്. നമുക്കത് കണ്ടിട്ട് വളരെയധികം ബോറടിച്ച് മരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വാൾപേപ്പർ ഒക്കെ മാറ്റും. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നതൊന്നുമില്ല. നമുക്ക് ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സെറ്റിംഗ്സ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ചാറ്റ്സ് കാണാൻ സാധിക്കും. ആ ചാറ്റ്സിൽ ഡിഫോൾട്ട് ചാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഡിഫോൾട്ട് ചാറ്റ് തീം. അപ്പൊ കണ്ടില്ലേ പുതിയതായിട്ടുള്ള കുറെ തീംസ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഡിഫോൾട്ട് ആയിട്ട് ഏതെങ്കിലും വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഫോൾട്ട് തീമിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് നമുക്ക് ചാറ്റിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കളർ പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കളർ നിങ്ങൾ അതിലേക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയും അത് അതിലേക്ക് മാറുന്നുണ്ട്, സെറ്റ് ചാറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് മാറുന്നുണ്ട്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റ് ബോക്സിന്റെ കളർ കണ്ടില്ലേ ഈ ലെവലിലേക്ക് മാറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള രസകരമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ കളറ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ മേലെ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. വാൾപേപ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വാൾപേപ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് വാൾപേപ്പർ മാറ്റാം. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് സെറ്റ് ചെയ്യണം. സെറ്റ് വാൾപേപ്പർ എന്നുള്ളതിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ലൈറ്റ് മോഡിലാണ് നമുക്ക് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിന് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഡാർക്ക് മോഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് അഗൈൻ നമ്മൾ ആ 3 ഡോട്ട്സ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ സെറ്റിംഗ്സിൽ ചാറ്റ്സിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇതിപ്പോ ലൈറ്റ് മോഡിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ടും നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ കണ്ണ് വളരെ കൂളായിട്ടും കിട്ടാൻ വേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ തന്നെ ചാറ്റ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് തീം നമുക്ക് ലൈറ്റ് മോഡ് എന്നുള്ള ഡാർക്ക് മോഡിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് നമുക്കത് മാറ്റാൻ വേണ്ടി സാധിക്കും. അത് കണ്ണിന് വളരെയധികം കൂളിംഗ് എഫക്റ്റും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും എല്ലാവരും ഫോണിൽ ചെയ്ത് നോക്കി നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്.